ഇസ്രയേൽ എന്ന അമേരിക്കൻ സഖ്യ രാജ്യത്തിന് തേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്ക വ്യാപകമായി കൊടുക്കുകയാണ്. ഒരു സെറ്റ് ഓഫ് ബാറ്ററീസ്, അതായത് ഥാഡ് എന്ന് പറയുന്നത് THAD ഥാഡ് എന്ന് പറയുന്നത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. S-400 എന്ന് പറയുന്ന റഷ്യയുടെ സിസ്റ്റം ഉണ്ടല്ലോ, എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ, ആകാശത്തുകൂടി വരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുക. അതിനുവേണ്ടി റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ S-400 മിസൈൽസ്, S-300, S-400 ഒക്കെ ഉള്ള മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള അമേരിക്കയുടെ ഏറിയൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു സെറ്റ് ഓഫ് ബാറ്ററീസ് ഇസ്രായേലിൻ്റെ മണ്ണിൽ ഏതാനും വർഷം മുൻപ് വിന്യസിച്ചു. മറ്റൊരു സെറ്റ് ഓൾറെഡി ഇസ്രായേലിലേക്കുള്ള യാത്രയിലാണ്. അത് വിന്യസിക്കും. അതിനർത്ഥം ഇസ്രായേലിനെതിരെയും ഒരു ആക്രമണം തീർച്ചയായും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്, ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഈ ലോഞ്ച് പാഡുകൾ, ഫിക്സ്ഡ് പാഡുകളല്ല, ഈ വലിയ ട്രക്കുകളിൽ വഹിച്ചുകൊണ്ട് പോകാവുന്ന ഏതാനും മിസൈലുകളുടെ ഒരു വലിയ ശേഖരമാണ്. ആ ട്രക്കുകൾ, ഒന്നിലധികം മിസൈലുകളുടെ 8-10 മിസൈലുകൾ ഒരു ബാറ്ററിയായി വെച്ചുകൊണ്ട് ആകാശത്തെ നോക്കി വെച്ചിരിക്കുകയാണ്. അത് കുതിച്ചു പായാൻ സാധിക്കും. അങ്ങനെയുള്ള ഏതാനും ട്രക്കുകളുടെ സമാഹാരമാണ് ഒരു സെറ്റ് ഓഫ് ഥാഡ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ഡിവിഷൻ ഥാഡുകൾ ഇസ്രായേലിനിപ്പോൾ ഉണ്ടാകും. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്നും ഒരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു, അമേരിക്ക പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഡിഫൻസ് സ്ട്രാറ്റജിസ്റ്റുകൾ പറയുന്നത് ഇറാൻ്റെ ചില പടക്കപ്പലുകൾ ഡീഗോഗാർഷിയ ദ്വീപിൻ്റെ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം എത്തിയിരുന്നു. അതിനുശേഷമാണ് അമേരിക്കയുടെ മിസൈൽ വിന്യാസമുണ്ടായത്. അങ്ങനെയെങ്കിൽ ഇറാനുള്ളിൽ ഒരു ചിന്തയുണ്ട്, ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ, അതായത് ശത്രു ആക്രമിക്കുന്നതിന് മുൻപ്, അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ കേപ്പബിലിറ്റിയെ പ്രധാനമായി ഡെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൊണ്ടുവരിക. അതിനുവേണ്ടി ഒരു മുൻകൂട്ടിയുള്ള ആക്രമണം, അതാണ് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. അതിനുവേണ്ടി ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് കോപ്സിനുള്ളിൽ വലിയ ചിന്തകൾ ഉണ്ട്. അതുമാത്രമല്ല, അതിന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി സമ്മതം മൂളിയിട്ടുണ്ട് എന്ന രീതിയിൽ ഇറാനിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ അത് കൺഫേംഡ് റിപ്പോർട്ടുകളല്ല. പക്ഷേ ഒരു കാര്യത്തിൽ കൺഫർമേഷനുണ്ട്, ഇറാൻ്റെ ഉള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ, ഒരു 10 സ്ഥലത്തെങ്കിലും ഒരു ഏറിയൽ സർവെയിലൻസ് സിസ്റ്റം, അതായത് റേഡാർ ശൃംഖല, ഖദീർ എന്ന് പറയുന്ന ഒരു റഡാർ ശൃംഖല, അതായത് വേണ്ടി വന്നാൽ B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബേഴ്സിനെ ഉൾപ്പെടെ സ്പോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റേഡാർ ശൃംഖല, അത് ഗദാർ തുറമുഖത്തിന് അടുത്ത്, പാകിസ്ഥാൻ്റെ അടുത്ത് ചബഹാർ തുറമുഖത്തിന് ആ മേഖല, ഗദാർ ചബഹാർ ഇറാൻ അതിർത്തിയാണ്. ആ മേഖല കേന്ദ്രീകരിച്ചും പേർഷ്യൻ ഗൾഫിൻ്റെ വടക്കൻ ഭാഗം, ഇത് ഇറാൻ്റെ തെക്കൻ ഭാഗമാണ്, അത് കേന്ദ്രീകരിച്ചും ടെഹ്റാനോടടുപ്പിച്ച്, അത് അങ്ങ് വടക്കാണ്, ഇറാൻ്റെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ടെഹ്റാൻ. അങ്ങനെ ഇറാൻ്റെ വിവിധ ഭാഗത്ത് ഇങ്ങനെയുള്ള റേഡാർ ശൃംഖല, ഖദീർ റേഡാർ ശൃംഖല സ്ഥാപിച്ചു. അതുകൊണ്ട് ഇറാൻ തീർച്ചയായും ഒരു അമേരിക്കൻ ഏറിയൽ ബോംബാർഡ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഏത് നിമിഷവും ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് തയ്യാറെടുപ്പിലാണ്. വലിയ തോതിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു. U-235 അതിൻ്റെ സമ്പുഷ്ടീകരണം 80-90% അടുത്തെത്തി നിൽക്കുകയാണ്. ഏത് നിമിഷവും, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ആണവ ബോംബ് അസംബിൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇറാൻ കൈവരിച്ചു എന്നതാണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രഹസ്യമായി ഇറാൻ പെട്ടെന്നത് രൂപീകരിക്കുകയും അത് കൂട്ടിയോജിപ്പിക്കുകയും സംയോജിപ്പിക്കുകയും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ, ഉപയോഗിക്കുന്നത് ആർക്കെതിരെ, ഒരുപക്ഷെ അമേരിക്ക വരെ എത്തുന്ന മിസൈലുകളൊന്നും തന്നെ, ഡെലിവറി സിസ്റ്റം ഒന്നും തന്നെ ഇറാൻ ഉണ്ടാവില്ല. എന്നാൽ തീർച്ചയായും ഇറാൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സൗദി അറേബ്യ എങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ആക്രമിക്കാൻ ഇറാൻ മുതിർന്നാൽ എണ്ണ വ്യാപാരം അവതാളത്തിലാകും. ആണവാക്രമണം എണ്ണ വ്യാപാരം മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയും ലോകവ്യവസ്ഥയും സുരക്ഷയും എല്ലാം തന്നെ അവതാളത്തിലാക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് സംഭവിക്കാതെ ഇരിക്കാനുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇറാൻ അടുത്ത സമയത്ത് ഒരു ത്രെട്ട് എന്നുള്ള നിലയിൽ, ഒരു സൂചന എന്ന നിലയിൽ ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ്, വലിയ തോതിലുള്ള മിസൈൽ ശേഖരം, അത് ഇറാൻ്റെ മണ്ണിൽ 3 ഇടത്തെങ്കിലും വിപുലമായ ശേഖരവും 10-20 ഇടങ്ങളിലെങ്കിലും ചെറിയ മിസൈൽ ശേഖരവുമായി അണ്ടർഗ്രൗണ്ട്, 60 മീറ്ററോളം അടിയിലാണെന്ന് ഓർക്കണം. ഈ 60 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദൂരമാണ്. അത്രയും മീറ്റർ അടി വരെ പെനിട്രേറ്റ് ചെയ്യാവുന്ന ബോംബുകൾ ഉണ്ടോ? അത് ബങ്കർ ബസ്റ്റർ എന്നൊക്കെ പറയുന്ന ബോംബ് സിസ്റ്റമാണ്.
അപ്പോൾ സ്റ്റെൽത്ത് ബോംബേഴ്സിനെ B2 എന്ന് പറയുന്നത് അങ്ങനെയുള്ള അത്രയധികം ആഴത്തിലേക്ക് നൂഴ്ന്നിറങ്ങാൻ കഴിയുന്ന, ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന, വേണ്ടി വന്നാൽ ആണവ പോർമുനകൾ പോലും വഹിക്കാൻ കഴിയുന്ന വിമാനങ്ങളാണ് B2 എന്ന് പറയുമ്പോഴാണ് രണ്ടു പക്ഷത്തുമുള്ള തയ്യാറെടുപ്പുകൾ. ഒരു വശത്തെ B2വിനെ നേരിടാനായി ഈ ഖദീർ റേഡാറുകൾ, ആ റേഡാറുകളുടെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ മിസൈൽ, ഇറാൻ്റെ തന്നെ ഡിഫൻസ് സിസ്റ്റമായ മിസൈൽ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കും. അതുമാത്രമല്ല തിരിച്ചുള്ള ആക്രമണം ഉണ്ടാക്കാം. അമേരിക്കയുടെ 50,000 സൈനികരുണ്ട് എന്നാണല്ലോ പറയുന്നത് ആ മേഖലയിൽ ആകമാനം. വിവിധ അറബ് രാജ്യങ്ങളിലാണത്. ആ മേഖലകളിലേക്ക് ആക്രമണം വന്നാൽ അമേരിക്കയിൽ തന്നെ പൊതുജനാഭിപ്രായം തിരിയും. അമേരിക്കയുടെ സൈനികർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അമേരിക്ക എന്തിന് ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലേക്ക് പോയി? ട്രംപിൻ്റെ ഒരു പ്രഖ്യാപിത നയം തന്നെ, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്, യുദ്ധം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം വ്യാപാര യുദ്ധം തുടങ്ങി വെച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിന് അയവ് വരുത്തുന്ന രീതിയിൽ വെടിനിർത്തൽ കൊണ്ടുവന്നു എന്ന് ശരിയാണ്, പക്ഷേ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്ക പറയുന്നതൊന്നും തന്നെ ഈ അടുത്ത സമയത്ത് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ട്രംപിൻ്റെ പോപ്പുലാരിറ്റിയും ഇടിവിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക ബലാബലം ചർച്ച ചെയ്യേണ്ടതും യുദ്ധസാധ്യതകളെ ചിരിച്ചു തള്ളാനാവാത്ത യുദ്ധസാധ്യത. യുദ്ധം വരുമെന്ന് പറയാൻ നമ്മളാരും പ്രവാചകന്മാരല്ല, പക്ഷേ ഇങ്ങനെയുള്ള ബിൽഡപ്പ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ഒരു ചിത്രം പ്രേക്ഷകർക്ക് പങ്കുവെക്കുക എന്നതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം.